നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാനിപ്ലാസ്റ്റ് അമേരിക്ക ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു, ഇന്നത്തെ നിങ്ങളുടെ ഹോസ്റ്റ്. അടുത്തത് അമേരിക്കൻ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ പുതിയ പ്രസിഡന്റ് മിസ്റ്റർ ജി കെ പിള്ളയുമായി ശ്രീമതി ഷൈബി ചെറുകര നടത്തിയ അഭിമുഖ സംഭാഷണം നമുക്ക് കാണാം. നമസ്കാരം. സാനിപ്ലാസ്റ്റ് അമേരിക്ക ടുഡേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷൈബി ചെറുകര. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഫൊക്കാനയുടെ പ്രസിഡന്റായ ശ്രീ ജി കെ പിള്ളയാണ്. അമേരിക്കൻ മലയാളി സംഘടനകളുടെ അംബ്രല ഓർഗനൈസേഷനായ ഫൊക്കാന കേരളത്തിലും വിദേശത്തും സാമൂഹ്യ പ്രാധാന്യമുള്ള പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ് നമുക്കറിയാം. അതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ ജി കെ പിള്ളയുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്ന്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമസ്കാരം. സാർ ഇപ്പോൾ ഫൊക്കാനയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഫൊക്കാനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഫൊക്കാനയുമായി തുടങ്ങിയപ്പോൾ തൊട്ട് ബന്ധമുണ്ട്. എന്നാൽ സജീവമായി നേതൃത്വത്തിലേക്ക് വന്നത് 2008 മുതലാണ്. ഫൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു? 1991 മുതൽ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഫൊക്കാനയുടെ ഒരു ഭാഗമായിരുന്നു. അന്നു മുതൽ ഹ്യൂസ്റ്റൺ മലയാളികൾക്ക് ഫൊക്കാന കൺവെൻഷൻ കൊണ്ടുവരിക എന്നത് ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ 1996 ടെക്സസിലെ ഡാലസിൽ ഫൊക്കാന കൺവെൻഷൻ വന്നതോടുകൂടി ഹ്യൂസ്റ്റണിൽ കൺവെൻഷൻ കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു. കാരണം അമേരിക്കൻ സംഘടനയായ ഫൊക്കാന അമേരിക്കയിലെയും കാനഡയിലെയും സംഘടനകളെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം കൺവെൻഷൻ കൊണ്ടുവരിക എന്നത് വളരെ വിഷമമുള്ള സംഗതിയാണ്. എന്നാൽ അമേരിക്കയിലെ മലയാളി ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹ്യൂസ്റ്റണിലേക്ക് ഫൊക്കാന കൺവെൻഷൻ കൊണ്ടുവരിക എന്നത് മലയാളികളുടെ എല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു. അവരുടെ ആവശ്യപ്രകാരവും അംഗസംഘടനകളുടെ നിർദ്ദേശപ്രകാരവും. അതുകൊണ്ട് 2012 ഫൊക്കാന കൺവെൻഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഈ വർഷം ന്യൂയോർക്കിലെ അൽബേനിയയിൽ നടന്ന ഫൊക്കാന കൺവെൻഷനിൽ എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ഫൊക്കാനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും കർമ്മപരിപാടികളെക്കുറിച്ചും അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം കാണും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഫൊക്കാന എന്ന് പറയുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി സംഘടനകളുടെ സംഘടനയാണ്. ആദ്യകാലത്ത് മലയാളികൾക്ക് ദേശീയ തലത്തിൽ ഒത്തുകൂടുന്നതിനും അതുപോലെ തന്നെ അവരുടെ കല, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ കഴിവ് കാട്ടുന്നതിനും ഒരവസരം നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രാരംഭ ഉദ്ദേശം. എന്നാൽ ഇന്ന് മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഫൊക്കാന മുൻകൈ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പോലും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തിനും പല പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ഫൊക്കാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അമേരിക്കയിലും കേരളത്തിലും പല ജനോപകാര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരിക്കുന്ന ഈ ഫൊക്കാനയുടെ അടുത്ത 2 വർഷത്തെ നേതൃത്വ സ്ഥാനം താങ്കളുടെ കൈകളിലാണല്ലോ. ഈ 2 വർഷക്കാലം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫൊക്കാന ഇതുവരെ തുറന്നു പോയിട്ടുള്ള എല്ലാ പരിപാടികളും തുടരും. ഉദാഹരണമായി ബൈ ആനുവൽ കൺവെൻഷൻ, യൂത്ത് ഫെസ്റ്റിവൽ, പൊളിറ്റിക്കൽ ഫോറം, നഴ്സസ് ഫോറം, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഫൊക്കാന അടുത്ത വർഷവും കണ്ടിന്യൂ ചെയ്യും. അതുകൂടാതെ അമേരിക്കയിൽ 70കളിൽ വന്നിട്ടുള്ള മലയാളികൾ വാർദ്ധക്യത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ റിട്ടയർമെൻറ്റ് സമയത്ത് വേണ്ട സഹായവും നിർദ്ദേശവും നൽകുന്നതിൽ ഫൊക്കാന മുൻകൈയെടുക്കും. പിന്നെ പറയാനാണെങ്കിൽ അമേരിക്കയിൽ പൊതുവെ മലയാളികൾ പൊളിറ്റിക്കൽ രംഗത്ത് അധികം ശോഭിക്കുന്നില്ല. ഹ്യൂസ്റ്റൺ വ്യത്യസ്തമാണ്. ഹ്യൂസ്റ്റണിൽ 3 മലയാളികൾ സിറ്റി കൗൺസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൊക്കാനയുടെ ഒരു പ്രധാന ഭാഗമായി പുതിയ യുവതലമുറയ്ക്ക് നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി അവരെ പൊളിറ്റിക്കൽ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
സാർ ഇപ്പോൾ പറഞ്ഞില്ലേ ഫൊക്കാനയുടെ കൺവെൻഷനെ കുറിച്ച്. വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ കൺവെൻഷൻ. അതിനുള്ള സൗകര്യം നമ്മുടെ ഈ ഹ്യൂസ്റ്റണിലുണ്ടോ? കൺവെൻഷനെ കുറിച്ച് ഒരു ഏകദേശ രൂപം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അമേരിക്കയിലെ ജനസംഖ്യയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടണമാണ് ഹ്യൂസ്റ്റൺ. ഇവിടെ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഫൊക്കാന കൺവെൻഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ രൂപരേഖകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫൊക്കാനയുടെ ജനറൽ കൗൺസിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടുകൂടി തീർച്ചയായും ഒരു നല്ല രൂപം അതിന് തയ്യാറായി കിട്ടുമെന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഫൊക്കാനയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ ഇത്ര നേരം സംസാരിച്ചു. ഇനി സാറിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. സാറിൻ്റെ നാട്, വിദ്യാഭ്യാസം, ജോലി എന്നിവയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ജനിച്ചതും വളർന്നതും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും കായംകുളത്തിനടുത്തുള്ള മുതുകുളം എന്ന ഗ്രാമത്തിലാണ്. 1969 എംകോം പാസ്സായതിനു ശേഷം കേരളത്തിലും ബോംബെയിലും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വന്നതിന് ശേഷം MBAയും CPAയും എടുത്തു. 1981 മുതൽ അമേരിക്കയിൽ പബ്ലിക് അക്കൗണ്ടൻസി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇപ്പോഴും അത് തന്നെ തുടരുന്നു. ഇനി സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? തീർച്ചയായും. 1972 ഞാൻ വിവാഹിതനായി. എൻ്റെ ഭാര്യയുടെ പേര് കനകവല്ലിയമ്മ. എനിക്ക് 2 മക്കളും 2 കൊച്ചുമക്കളുമുണ്ട്. മൂത്ത മകൻ രമേശ് അറ്റോർണിയും CPAയുമാണ്. അയാളുടെ ഭാര്യ സംഗീത ഡോക്ടറാണ്. അവരുടെ കുട്ടി അഞ്ജലി 3 വയസ്സ് പ്രായമുണ്ട്. മകൾ ലത ഡോക്ടറാണ്. മരുമകൻ ശൈലേഷ് ഡോക്ടറാണ്. അവരുടെ കുട്ടി ശിവ് 4 വയസ്സ് പ്രായമുണ്ട്. 1972 മുതൽ അമേരിക്കയിലെ ഒരു സ്ഥിര താമസക്കാരനാണ് ഞാൻ. താങ്കളുടെ വിലപ്പെട്ട ഇത്രയും സമയം സാനി പ്ലസ് അമേരിക്ക ടുഡേക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഫൊക്കാനയുടെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനങ്ങൾക്കും താങ്കളുടെ വ്യക്തി ജീവിതത്തിനും എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു. അമേരിക്ക ടുഡേക്കും പ്രേക്ഷകർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഫൊക്കാനയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഫൊക്കാനയുടെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്കും 2012 ഹ്യൂസ്റ്റണിൽ നടക്കാൻ പോകുന്ന ഫൊക്കാന കൺവെൻഷനിലേക്കും ലോകമെമ്പാടുമുള്ള മലയാളികളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. Discount Grocers, Stafford, Texas. Fresh vegetables, fish, halal meat, frozen food stuff, കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഫോൺ 281-261-8950. Discount Grocers, Stafford, Texas. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. മറ്റൊരു നല്ല എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.